ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഹോം ടൂറിൻ്റെ വീഡിയോ എടുക്കുന്നില്ലേ എന്ന്. ഇപ്പോഴാ സമയം കിട്ടി. ഒന്നാമത്തെ കാര്യം ഞാൻ തിരക്കായിരുന്നു, പിന്നെ ഷെമിയും ഇല്ലായിരുന്നു. അപ്പോൾ ഷെമിയും കൂടെ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് ബാക്കി വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും കാണാം. ബാ. അപ്പോൾ ഗെയ്സ്, ഇതാണ് എൻ്റെ വീടും എൻ്റെ ഫ്രണ്ടിലത്തെ പോർച്ചോ. ഇത് നമ്മുടെ വണ്ടിയൊക്കെ ഇട്ടേക്കുന്ന ഇവിടാണ്. പിന്നെ നോയമ്പൊക്കെ ആയതുകൊണ്ട് പൊത്താനൊക്കെ ഇറക്കിയിട്ടേക്കുക. കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുക, നോയമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നോയമ്പ് വരുമല്ലേ. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് പോർച്ച് ഞങ്ങളുടെ വീട്ടിലെ. വണ്ടി നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഡൂക്ക് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ കച്ചവടത്തിനുണ്ടാകുന്ന ബൈക്കായത്. എനിക്ക് മീൻ കൊണ്ട് വന്നൊക്കെ ഇതിനകത്താണ് മീൻ എടുക്കാനൊക്കെ. പിന്നെ അല്ലാതെ പുറത്തോട്ട് പോകാൻ നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ എടുത്തല്ലേ നമ്മുടെ ഡൂക്ക് നമ്മളിവിടെ വെക്കുന്നത്. പിന്നെ അത് സിറ്റൗട്ടിലോട്ട് കയറി വരുമ്പോൾ ഫസ്റ്റ് സിറ്റൗട്ടാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയാണ്, പക്ഷെ പൊതുവെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അവിടെ സിറ്റൗട്ടിലോട്ട് വരുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് വെച്ചാൽ ഷെമിയാണ് ഇവിടെ നിൽക്കുന്നത്. വെടിക്കുറ്റി ഈ പ്രതിമ പോലെ നിൽക്കാൻ എന്തുവാ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു എന്തോന്നാ. കാരണം വെച്ചാൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. വാപ്പൊക്കെ വന്ന് എപ്പോഴും ഇരിക്കുന്ന സ്ഥലം ഇതായിരുന്നു. ഞാൻ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ക്ഷമയം പുറത്തോട്ട് പോയാലും തിരിച്ചു വരുമ്പോഴായാലും എപ്പോഴും വാപ്പ ഇങ്ങനെ ഒരു കസേരക്കകത്ത് ഇവിടെ ചാരി ഇവിടെ അങ്ങ് ഇരിക്കുമായിരുന്നു വാപ്പ എപ്പോഴും. അപ്പോൾ വാപ്പ ഇവിടെ ഉള്ളതൊക്കെ എപ്പോഴും ഓർമ്മ നമുക്ക്. പിന്നെ നമ്മൾ ഹാളിലോട്ടായിരുന്നു കേട്ടോ. കയറി വരുമ്പോൾ ഹാളാണ്. ഇതാണ് നമ്മുടെ വീട്ടിലെ ഹാള്. ഒരുപാട് സൗകര്യമില്ല, അത്യാവശ്യം ചെറിയ ഹാള്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹാളാണ് കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിൾ ഇവിടെ. പിന്നെ സെറ്റ്. ഇതാണ് ഉമ്മ. വണ്ടി എടുക്കാൻ നേരത്തെ ഉമ്മയെ കണ്ടിട്ടുള്ളൂ എല്ലാവരും. ഉമ്മയെ കണ്ടിട്ടില്ല വീഡിയോ കേട്ട്. ഒരു ഹായ് മതി, കുറെ ഹായ് വീട്. പിന്നെ വാപ്പായും ഒക്കെ ആയിട്ട് ഇവിടെ ഒക്കെ ആയിരുന്നു ഇരിക്കുന്നത് എടുക്കുന്നത്. പിന്നെ ടി വി എപ്പോൾ കണ്ടാലും വാപ്പായ ഓർമ്മ വരുന്ന ആദ്യം. കാരണം വെച്ചാൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ടി വി. ലാസ്റ്റ് വാപ്പ ഗൾഫിൽ നിന്ന് വരുന്നത് ആ സമയത്താണ്. വാപ്പ വന്നപ്പോൾ വാപ്പ പെട്ടി പിടിക്കുന്ന ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ടി വി ഉണ്ടായിരുന്നു. ആ ടി വി ആയിരുന്നു ഇപ്പോഴും വർക്കിംഗ്. ഞാൻ ഇതിനകത്ത് എപ്പോഴും കാണുന്നത് എടുക്കുന്നത്. ഉമ്മ സീരിയലിന്റെ അഡിക്റ്റ് ആണ്. നിസ്കാരം കഴിഞ്ഞാൽ നേരെ ടി വിക്കകത്താട്ടാണ് വരുന്നത്. ഉമ്മക്ക് ടി വി ഇല്ലാതെ ഒരിക്കലും പറ്റില്ല. അപ്പം ഉമ്മ ഫുള്ള് ടി വിക്കകത്താണ് ഇപ്പോഴും കാണും. ഞങ്ങളും ഇടയ്ക്ക് കാണാറുണ്ട്. ഇത് ഞാൻ ഇന്നലെ ഇടയ്ക്ക് വെച്ച് വാപ്പ ഉള്ള സമയത്ത് ഞാൻ പറയുമായിരുന്നു, ഇത് മാറ്റിട്ട് ഒരു LCD TV വെക്കാം, നമുക്ക് വെച്ച് വലുതായിട്ട് കാണാമെന്ന്. അങ്ങനെ പറഞ്ഞാൽ അത് വേറെ അങ്ങനെ വേറെ മാറ്റി വെച്ചാൽ ഇത് വിട്ടുന്നോട്ടെ ഒന്നും ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ടോ, LCD സെയിം ക്ലാരിറ്റി ആണ് ടിവിയിലൊക്കെ. പിന്നെ ഡൈനിങ് ടേബിള് നമ്മൾ ഫുഡെല്ലാം കഴിക്കുന്ന ഇവിടെ ഇരുന്ന. പിന്നെ വാപ്പാടെ റൂം. ഇതാണ് വാപ്പാടെ റൂം. ചെറിയ റൂമാ. ഞങ്ങളുടെ ബാക്കിയുള്ള റൂമുകളെ അപേക്ഷിച്ച് മറ്റേ രണ്ടും ഒരു വലിപ്പം. ഇത് അതിനെക്കാട്ടി ഇഷ്ടം കൂടെ ചെറിയ റൂമാണ്. അപ്പൊ വാപ്പ ഉള്ളപ്പോ ഇതിനകത്തായിരുന്നു വാപ്പ കിടക്കുന്ന എടുക്കുന്നതൊക്കെ. പിന്നെ വാപ്പാക്ക് വേണ്ടി ഡയാലിസ് ചെയ്യാനൊക്കെ മേടിച്ച സാധനങ്ങളായിരുന്നു. വയറിക്കൂടായിരുന്നു വാപ്പ ആദ്യം ഡയാലിസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ വാപ്പാക്ക് ഡയാലിസ് ചെയ്യാൻ വേണ്ടി ഇത് മേടിച്ച് പിന്നെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പൊ വാപ്പ ഒറ്റയ്ക്കായിരുന്നു കിടക്കേണ്ടി വരുന്നത് ഈ റൂമിനകത്ത്. ഡയാലിസ് ചെയ്യുന്നത് വാപ്പ ഒറ്റയ്ക്കായിരുന്നു. കാര്യങ്ങളൊന്നും ആയിക്കൂടായിരുന്നു. അപ്പൊ വാപ്പയ്ക്ക് വേണ്ടി ഒരു സ്പേസ് ആയിരുന്നു. അങ്ങനെ വാപ്പയുടെ ഓർമ്മകൾ അതിനകത്ത് മൊത്തം. എന്നുവെച്ചാൽ വാപ്പ മരിച്ചതിന് ശേഷം ഞങ്ങള് ഇവിടെ കിടക്കുന്നത്. ഉമ്മ താഴെ ഒറ്റയ്ക്കല്ലേ. പിന്നെ അതുകൊണ്ട് അതിനകത്ത് കയറുമ്പോൾ പിന്നെ വാപ്പാടെ ഓർമ്മ, വാപ്പാടെ പല കാര്യങ്ങളും, വാപ്പാടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഈ മേശക്കകത്തുണ്ട്. ഡ്രസ്സുകൾ ഇരിപ്പുണ്ട്, ബാഗിനകത്ത് ചെരുപ്പുകൾ ഇരിപ്പുണ്ട്. അങ്ങനെ പല സാധനങ്ങളും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ കട്ടിലെല്ലാം വാപ്പാടുന്ന ബെഡ്ഷീറ്റ് കാര്യങ്ങൾ. പിന്നെ 2 റൂമാട്ടോ താഴെ മൊത്തത്തിൽ നമുക്കുള്ളത്. അതിനകത്ത് ഒരു റൂം ഉമ്മാണ് കേട്ടോ. ഇതിനകത്ത് ഇതൊരു റൂമാ. ഇത് ഉമ്മാടെ റൂം. ഉമ്മ ഇതിനകത്ത് കാരണം വെച്ചാൽ അതിനകത്ത് വാപ്പാക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തോളം എന്നായിരുന്നു അന്ന് പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് വേറെ ആരും പറ്റത്തില്ല, ഈ ഡയാലിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് വയറിക്കൂടായതുകൊണ്ട് വയറിക്കൂടെ സർജറി ചെയ്ത് ട്യൂബൊക്കെ ഇട്ടേക്കുമായിരുന്നു. ഇപ്പൊ ഇൻഫെക്ഷൻ ആയിക്കൂടാലോ. അങ്ങനെ ഉമ്മ ഇതിനകത്തായിരുന്നു. പാപ്പ അങ്ങനെ സെപ്പറേറ്റ് ആ റൂമിൽ. പിന്നെ താഴെ മൊത്തം 2 റൂമാണ് നമുക്കുള്ളത് കേട്ടോ. ഉമ്മ ഇപ്പോഴും ഈ റൂമില്ല, ഞങ്ങൾ രാത്രി ആകുമ്പോൾ അവിടെ വന്നിറങ്ങി. താഴെ മൊത്തത്തിൽ ഞങ്ങൾ 2 റൂമാണ് ഉള്ളത് കേട്ടോ നമുക്ക്. ഹാള് പിന്നെ കോമൺ ബാത്റൂം വരണമുണ്ട്. കോമൺ ബാത്റൂം വരണമുള്ളത് നമുക്ക് താഴെ വരുന്നത്. അവർ
ഞാൻ പൊട്ടിക്കില്ല. പിന്നെ കിച്ചൺ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. കണ്ടില്ലേ? ചെറുതാണെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങൾ. സൈഡ് ഗ്യാസ് സ്റ്റവും കാര്യങ്ങളും, കബോർഡ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, ഒരുപാട് വലുതും അല്ല ഒരുപാട് ചെറുതും അല്ലാത്ത ഒരു കിച്ചണാണ് ഞങ്ങളുടെ. ഇവിടെ കേറും തിന്നാനുള്ള ആയോ നോക്കാൻ, പിന്നെ മുട്ട പൊരിച്ചോ നോക്കാൻ കേറും, പിന്നെ ഇന്നെന്താ നൂഡിൽസ് ഉണ്ടാക്കാൻ, ജ്യൂസ് മുട്ട പൊരിക്കാനും നൂഡിൽസ് ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ ഇവർക്കെന്താ നോക്കിയിരിക്കുന്ന ജോലിയോ? നമ്മളൊന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോ ഇത്ര നാളായി മുട്ട പൊരിക്കാൻ അറിയത്തില്ല, വേറെ എല്ലാം ഉണ്ടാക്കും, ബിരിയാണി, ചിക്കൻ കറി, എല്ലാ സാധനങ്ങളും ഉണ്ടാകും. മുട്ട പൊരിക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞാൽ എനിക്കൊരു മുട്ട പൊരിച്ചാണ് ചോറിന് വിടുന്നത്. മുട്ട പൊരിച്ച ഞാൻ തെക്കോട്ട് അത്തപ്പൂക്കളം ചെറിയിട്ടോളം ഉണ്ട്, മുട്ട പൊരിച്ചിടാൻ അറിയത്തില്ലായിരുന്നു. മുട്ട തോരന്ന് പറയാം, മുട്ട പൊരിച്ചെന്ന് പറയാൻ മീൻകറി അടുത്ത് മീൻ പീരടിച്ചാൽ പറ്റുമോ? രണ്ടല്ലേ. ജ്യൂസ് ഉണ്ടാക്കാൻ കയറും, മുട്ട പൊരിക്കാൻ കയറും, നൂഡിൽസ് ഉണ്ടാക്കാൻ കയറും. എന്റെ കൂടെ തിന്നുന്ന ആരൊക്കെയാ? എന്റെ കൂടെ തിന്നുന്നത് ഇവള് തിന്നു മൂക്കുകൊണ്ട. പിന്നെ ഉമ്മ ഇതൊക്കെ കുറച്ച് കഴിക്കത്തുള്ളൂ, നൂഡിൽസ് സാധനം. ഉമ്മാക്കും ഇടയ്ക്ക് BP കുറച്ച് ശാലം കഴിക്കും. കുഴപ്പമില്ല. പിന്നെ വർക്ക് ഏരിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അപ്പുറത്തോട്ട് പ്ലെയിനാ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പുറത്ത് തുറന്നല്ലോ, ഇങ്ങനെ സ്പേസ് കയറുന്നില്ല. കിച്ചൺ ഓർമ്മ ഇങ്ങനെ ഒരു ഒറ്റ കിച്ചണാട്ടാ. അത് ഇത് സംഭവം എന്ന് പറഞ്ഞാലേ ഇത് റൗണ്ട് സ്ലാബ് വരുന്ന ഒരു മോഡലായിരുന്നു ഇത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, അല്ല ഞാൻ പറഞ്ഞ് കിച്ചന്റെ സ്ലാബ് എങ്ങനെ വേണമെന്ന് വെച്ചപ്പോ റൗണ്ട് സ്ലാബ് വേണമെന്നായിരുന്നു ഞാൻ അവരടുത്ത് പറഞ്ഞ പണിക്കാറുണ്ട്. അപ്പൊ റൗണ്ട് ആക്കിയിട്ട് ഉള്ള സ്ഥലത്ത് അപ്പൊ സ്പേസ് ഇച്ചിരി കുറവായിപ്പോയി. പക്ഷെ ഇത് ഇവിടെ ഇല്ലെങ്കിൽ ചപ്പാത്തി വരുന്ന അരിയ ഇതിവിടെ ഇല്ലെങ്കിൽ ഇത്ര സ്പേസ് ഇവിടെ കിട്ടും. പക്ഷെ സ്ലാബ് അത്ര ചെറുതായിപ്പോ, ഇത്ര ഒരു സ്പേസ് വെക്കാനും എടുക്കാനുണ്ട്. ഇവിടെ ഇത്ര കൊണ്ട് കുഴപ്പമില്ല, കാണാൻ ഭംഗിയുണ്ട്. അപ്പൊ അങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ ഒരു റൂം ഉണ്ട്, ഞങ്ങളുടെ ബെഡ്റൂമും മേളിലാണ്. ഇനി നമുക്ക് മേളിലോട്ട് പോകാം. ഇവിടെയൊക്കെ ചെടിയും കാര്യങ്ങളും ഷെമി വെച്ച് കിളിപ്പിച്ചിട്ട് പോലെ ഞാൻ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. ഇനി വന്നേന്ന് വീണ്ടും വെക്കണം, കിളിപ്പിക്കണം. മേലെ നമുക്ക് ഹാളില്ല കേട്ടോ, ജസ്റ്റ് പാസേജ് മാത്രമേ ഉള്ളൂ. നടന്നു വരുന്ന പാസേജ്, ഇപ്പുറത്ത് ടെറസും ഇപ്പുറത്ത് റൂമിലോട്ട് വരുന്നത്. അതെ, ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം, സ്വർഗം ബെഡ്റൂം. കണ്ടില്ലേ? ചെറിയൊരു റൂം ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ അത്യാവശ്യം സൗകര്യം, കട്ടിലും അതുപോലെ നമുക്ക് കുറച്ച് സൗകര്യം കുറവാണ്, സ്പേസ് കുറവാണ്. പക്ഷെ പിന്നെ ക്ഷമിക്ക് കഴിഞ്ഞ കൊല്ലം വാലന്റൈൻസ് ഡേക്കുള്ള ഗിഫ്റ്റ്. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം നമുക്കുള്ളതെന്ന് വെച്ചാൽ, പക്ഷെ മേല് ഈ റൂമിനകത്ത് ഒരു ബാത്റൂം, താഴെ കോമനകത്ത് ഒരു ബാത്റൂം, അങ്ങനെ മൊത്തം 2 ബാത്റൂമുണ്ട് ഈ വീടിനകത്ത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഷെമി എന്തെങ്കിലും വഴക്കുമ്പോൾ ഷെമിയെ മെത്തേടെ കട്ടില്ല ചവിട്ടി അതിനകത്തോട്ടായിരുന്നു പോട വെച്ച. നമ്മൾ തിരക്കിനിടയില് ഇങ്ങനെ പോകുന്നത് ഇപ്പൊ ഇയാൾക്കൊന്ന് ജോലി വീട്ടിരിക്കുമ്പോ ഒന്ന് ഞാൻ ഉള്ളപ്പോ ഞാൻ വൃത്തിയാക്കിയിട്ടില്ലേ. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ പറയും റൂമൊക്കെ ക്ലീൻ ആയിരിക്കണം എന്ന് പറയുമ്പോ അതിന്റെ തലേന്ന് തുണിയെല്ലാം കൂടി വാരി അല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പകല് കയറുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ വീഡിയോ എടുക്കാനായിട്ട് പോകുമ്പോ വന്ന് ഡ്രസ്സ് മാറുക, അടുത്തെടുത്തിടുക, ഒരുങ്ങുക. പിന്നെ കഴുകുന്ന ഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് ഉണങ്ങിയത് വിരിച്ചിടാം, മടക്കി വെക്കാനുള്ള സമയം കിട്ടുന്നില്ല. കച്ചവടം കഴിഞ്ഞ് നേരെ വരിക, എടുത്തോണ്ട് പോവുക. പിന്നെ താഴെ കിടക്കുന്ന വാപ്പാടെ റൂമിനകത്താണ് കിടക്കുന്നത്, ഉമ്മ അറിയാമല്ലോ, പറഞ്ഞായിരുന്നല്ലേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ടെറസ്, ടെറസ് എന്ന് പറഞ്ഞാൽ ബാൽക്കണി, ഞങ്ങളുടെ ബാൽക്കണി. ഇങ്ങനെ അല്ല ബാൽക്കണി ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാൻ എല്ലാത്തിനും പറ്റിയൊരു ഇത്. വൈകുന്നേരം ആകുമ്പോ ഞങ്ങള് ഇങ്ങോട്ട് ഒരു പ്രൈവറ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം.
വൈകുന്നേരം ആകുമ്പോൾ നാട്ടിൽ ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാനും രാത്രിയിലൊക്കെ ആയാലും ഞങ്ങൾ ഒറ്റയ്ക്ക് വന്ന് രണ്ടുപേരും ഇരിക്കാനൊക്കെ ആയാലും ഇവിടെ നിന്ന് സംസാരിക്കും. മൊബൈൽ അങ്ങ് ഒഴിവാക്കി വെക്കും കുറച്ച് നേരത്തേക്ക്. പിന്നെ സംസാരിക്കാനൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ടൈം കണ്ടെത്തി. പിന്നെ ഇടയ്ക്ക് ചിപ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഓളമായി വൈബ്. പിന്നെ ഫോട്ടോഷൂട്ട്, ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുക്കുന്നതൊക്കെ ഇവിടെ. പിന്നെ ഫ്രണ്ട് ഞങ്ങളുടെ ഇതിന്റെ ഓപ്പോസിറ്റ് എല്ലാ ബന്ധുക്കളാണ്. അപ്പുറത്ത് മൂത്തുമ്മ വീട്, അപ്പുറത്ത് മക്കളുടെ വീട്, ഇത്താടെ വീട്, അങ്ങനെ ഇവിടെ എല്ലാം അടുത്ത് കസിൻസാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഫോട്ടോ എപ്പോഴും ഞങ്ങൾ ഇവിടെ വെച്ചാൽ എടുക്കുന്നത്. ഫോട്ടോഷൂട്ട് നമ്മളിങ്ങനെ എവിടെ പോയാലും ഫോട്ടോഷൂട്ടും വീഡിയോ ആണല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് ഫോട്ടോസ് ഫുൾ എടുക്കുന്നത് ഇവിടെ വെച്ചാൽ കൂടുതലും വരുന്ന നമ്മൾ പോസ്റ്റ് ഇടുന്നതൊക്കെ. കുറേ ടൈം രാത്രിയിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. പിന്നെ ഇവിടുന്ന് 20 കിലോമീറ്ററോളം ദൂരമുണ്ട് ബിനിയോടെ വീട്ടിലോട്ട്. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങോട്ട് നമ്മൾ അവിടെ ആണല്ലോ, വീഡിയോക്കകത്ത് നിങ്ങൾ കാണുന്നതാണല്ലോ എല്ലാവരും. അപ്പോൾ എപ്പോഴും അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷവും കാര്യങ്ങളും. വീട്ടിലെ വീട് ഒരുപാട് ആളുകളുടെ ഹോം ടൂർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകും, ഇവളില്ല. അങ്ങനെ ക്ഷമയും കൂടെ വന്നിട്ട് എടുക്കാന്നുള്ള രീതിയിലായി. അപ്പോൾ ഇന്നങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് ഇതിനു വേണ്ടി അങ്ങ് നിന്ന്. അപ്പം സൗകര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾക്ക് പറ്റിയൊരു കൊച്ചു വീടാണ്. ഞങ്ങൾ ഓക്കെയാണ് ഇതിനകത്ത്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.